പ്ലാൻ ചക്കയുടെ ചുളയെടുത്ത് ഞങ്ങൾ ചക്ക വജി ഇണക്കാൻ പോവുകയാണ് കേട്ടോ. പഴുത്തിട്ടില്ല, മൂത്ത ചക്കയാണിതേ, നന്നായിട്ട് മൂത്ത ചക്കയാണ്. അതിൻ്റെ കുരു കളയാതെയാണ് മാവിൽ മുക്കി പൊരിക്കാൻ പോകുന്നത്. ഇതുപോലെ അടത്തിയെടുക്കണം. അടത്തിയെടുത്തതിന് ശേഷം മാവൊക്കെ അത് ജോയിൻ്റ് ചെയ്ത് വേണം മുക്കി പൊരിക്കാൻ. നല്ല കറക്റ്റായ ചുള. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ചക്കച്ചുള കൊണ്ട് ഒരു ചക്ക വജിയാണ് ഇണക്കാൻ പോകുന്നത്. അത് ചക്ക ചുള എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ: കടലമാവ്, മുളക് പൊടി, അരിപ്പൊടി, ഉപ്പ്, കായപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി നേരം, ഒരു 10 മിനിറ്റ് നേരം ഞങ്ങൾ വെക്കും. അതിൻ്റെ ശേഷം മാത്രമേ എണ്ണയിൽ പൊരിക്കുകയുള്ളൂ. 2 സ്പൂണ് മുളക് പൊടി ഇട്ട്, ഇനി കടലമാവിൻ്റെ പൊടിയാണ് ഇടുന്നത്. അതൊരു 5 സ്പൂൺ ഇടണം. അതിട്ട് ഒരു 20 ചുള ചക്കയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം ചേരുന്നത്. ഇനി കായപ്പൊടി 1 സ്പൂണ്. ഞങ്ങളിത് ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചാണ് വജിക്കുള്ള മാവ് തയ്യാറാക്കുന്നത്. എല്ലാവരും മാവ് കലക്കി വെച്ചിട്ട് ഈ ചക്കച്ചുള അതിലോട്ടിട്ട് മുക്കി പൊരിക്കുകയാണ്. ഞങ്ങളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ഇച്ചിരി നേരത്തേക്ക് വെക്കും. അതിൻ്റെ ശേഷം മാത്രമേ ഇത് എണ്ണയുടെ അകത്തോട്ട് ഇടുകയുള്ളൂ. നന്നായിട്ട് ഇരുന്ന് പിടിക്കട്ടെ ഈ സാധനങ്ങളെല്ലാം. ചക്ക വജി അടപ്പത്ത് ഇടാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചക്കച്ചുള ഞങ്ങളിത് ഇപ്പം ഈ മാവിൽ മുക്കിയാണ് പൊരിക്കാൻ പോകുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്, എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനി ഇത് ഈ മാവിൽ മുക്കിയാണ് അടപ്പത്തേക്ക് ഇടുന്നത്. നമുക്ക് ചക്കയൊന്നും ഇല്ല, എൻ്റെ കൂട്ടുകാരത്തി തന്നൊരു ചക്കയാണ്, അത് ഞങ്ങൾ റെഡിയാക്കിയാണ്. എനിക്ക് ചക്ക ചുള കൊണ്ടൊരു വജി കണക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നതാണ്.
നമുക്കിത് പകുതി നമ്മളിത് ഈ വജി ഇട്ടതേ ഒന്ന് മറിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതേ മറിച്ച് വെച്ച് വേവിക്കാനുള്ള മറിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ചക്ക ചക്ക വഴി ഞങ്ങളിത് കോരുകയാണ് കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്.